ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഇൻ്റർനാഷണൽ സീ പോർട്ടിലേക്കുള്ള മെയിൻ ഹൈവേ റോഡിനടുത്ത് ടോൾ ഗേറ്റ് ഉണ്ട്. ടോൾ ഗേറ്റിന് അടുത്തായിട്ട് തിരുവല്ലം ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷനിൽ നിന്ന് വെറും 2.5 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ്. ഇതൊരു കോർപ്പറേഷൻ ഏരിയ ആണ്. ഇവിടെ മെയിൻ ബസ് റൂട്ടിന് അടുത്തായിട്ട് 50 സെൻറ്റിൽ 8 വില്ലകളടങ്ങുന്ന ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലകൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നു. ഇവിടെ നമുക്കൊരു 3 വില്ലകൾ മാത്രമേ സ്വന്തമാക്കാനുള്ള അവസരമുള്ളൂ. ബാക്കി 5 വില്ലകളും സെയിലായതാണ്. ഇവിടെ നമുക്ക് ഏകദേശം 77 ലക്ഷം മുതൽ 90,60,50,000 വരെ സ്വന്തമാക്കാൻ പറ്റുന്ന വില്ലകളാണ്. ഈ ഒരു ലൊക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഏറ്റവും നല്ല ലൊക്കേഷനാണ്. ഇവിടെ അടുത്താണ് ക്രൈസ്റ്റ് നഗർ സ്കൂള്, അതുകൂടാതെ ഹയർ സെക്കൻഡറി സ്കൂള്, പിന്നെ എയ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, അതുകൂടാതെ MGM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, അതുകൂടാതെ പോളിടെക്നിക്കും ഉണ്ട്. ഒരു കുഞ്ഞിനെ ഇവിടെ പ്ലേ സ്കൂൾ മുതൽ ഈ എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ പോളിടെക്നിക് വരെയൊക്കെ ആക്കാനുള്ള അവസരങ്ങളുള്ള സ്ഥലമാണ്. വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, ഇനി ഇവിടെ വിഴിഞ്ഞം പോർട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ പെർ സെൻറ്റ് കോസ്റ്റൊക്കെ നമ്മൾ വിചാരിക്കുന്നില്ല ഡബിൾ പ്രൈസിലേക്ക് മാറാൻ പോകുന്ന സ്ഥലം കൂടിയാണ്. അതുകൂടാതെ നല്ലൊരു റെൻ്റൽ ഇൻകം കിട്ടുന്ന ഒരു ലൊക്കേഷനും കൂടെയാണ്. ഇവിടുത്തെ അമ്യൂണിറ്റീസ് നോക്കുവാണെങ്കിൽ ക്ലബ് ഹൗസ് ഉണ്ട്, അതുകൂടാതെ തന്നെ ഒരു കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്, ഒരു കോമൺ സ്പേസും കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഈ വില്ലയുടെ ഡീറ്റെയിലേക്ക് വരാം. ഇവിടെ ആയിട്ടാണ് സെക്യൂരിറ്റി ക്യാബിൻ വരുന്നത്. അത് മാത്രമല്ല, ഇവിടെ തന്നെയാണ് ഈ വീടുകളിലെ എല്ലാത്തിൻ്റെയും ഇലക്ട്രിസിറ്റി മീറ്റർ വരുന്നത്. ഇപ്പോൾ കറണ്ട് ബില്ലുകൾ എടുക്കാൻ പറഞ്ഞെങ്കിൽ അത്രയും പ്രൈവസിയാണ്. വീട്ടിലേക്ക് വരേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ കറണ്ട് ബില്ലിൻ്റെ മീറ്റർ എടുത്തിട്ട് പോകാം, റീഡിംഗ് മീറ്റർ എടുത്ത് പോകാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഫുള്ള് ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിരിക്കും. ഫുള്ള് 24 hours സെക്യൂരിറ്റി ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് ഈ കാണുന്ന പ്ലോട്ടിൽ നമുക്കൊരു വില്ല സ്വന്തമാക്കാനുള്ള അവസരമുണ്ട്. ടോട്ടലി 4 സെൻറ്റിൽ 1650 സ്ക്വയർ ഫീറ്റിൽ റെഡ് ബ്രിക്കിൽ മാത്രം നിർമ്മിക്കുന്ന ഈ വില്ലയുടെ പ്രൈസ് എന്നുള്ളത് ടോട്ടലി ഇൻക്ലൂഡും ഈ പറയുന്ന ലാൻഡ് ഉൾപ്പെടെയുള്ള പ്രൈസ് എന്നുള്ളത് 85.5 ലക്ഷം രൂപയാണ്. അതും സ്ലൈറ്റ്ലി നെഗോഷ്യബിളുമാണ്. ഇത് റെഡ് ബ്രിക്ക് വേണ്ട, ഇനി നമുക്ക് സിമൻറ്റ് ബ്ലോക്ക് മതിയെങ്കിൽ വീണ്ടും പ്രൈസ് കുറയുന്നതാണ്. സാധാരണ വില്ലകൾ കണ്ടുവരുന്ന വ്യത്യസ്തമായിട്ടാണ് ഇവിടുത്തെ ഇലക്ട്രിസിറ്റി പോസ്റ്റ് വഴി ലൈൻ എടുത്തല്ല ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഡക്റ്റായി യൂസ് ചെയ്തിരിക്കുന്നത് മണ്ണിനടിയിലൂടെയാണ് കണക്ഷൻ വരുന്നത്. പുറകിലായിട്ടായിരിക്കും ഇലക്ട്രിസിറ്റി കണക്ഷൻ വരുന്നത്. അതുകൂടാതെ തന്നെ ഇവിടെ കോമൺ ആയിട്ടൊരു ബോർവെൽ ഉണ്ടാവും. അതുകൂടാതെ KW കേരള വാട്ടർ അതോറിറ്റി കോർപ്പറേഷൻ വാട്ടർ ഉണ്ടാവും. ഇനി നമ്മുടെ ഡ്രൈവിലേക്ക് വരുവാണെങ്കിൽ 4 മീറ്റർ വീതിയുണ്ട്. ഈ ഡ്രൈവ് എല്ലാം ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി 3ാമത്തെ പ്ലോട്ടിലേക്ക് വരാം. 2ാമത്തെ പ്ലോട്ട് സെയിലായതാണ്. 3ാമത്തെ പ്ലോട്ട് എന്നുള്ളത് 4.5 സെൻറ്റാണ്. 4.5 സെൻറ്റിൽ നമുക്ക് 1750 സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിവിടെ ഈ 3 ബെഡ്റൂമോ അല്ലെങ്കിൽ 4 ബെഡ്റൂമോ നമ്മുടെ മനസ്സിൽ എങ്ങനെയാണോ ആ രീതിക്ക് അനുസരിച്ച് ഇൻറ്റീരിയറിൽ മാറ്റം വരുത്താൻ പറ്റുന്നതാണ്. എൻ്റെ തൊട്ട് പിന്നിൽ കാണുന്ന ഈ ഒരു വില്ല നോക്കി അറിയാൻ പറ്റും. ഇത് അണ്ടർ കൺസ്ട്രക്ഷനാണ്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഫുൾ അറിയാം, നല്ല റെഡ് ബ്രിക്കായി യൂസ് ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ തന്നെ സിമൻ്റ് എല്ലാം ബ്രാൻഡഡായി യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് ടൈൽസ് ആവട്ടെ, ബാക്കിയുള്ള മെറ്റീരിയൽസ് എല്ലാം ബ്രാൻഡഡാണ്. അത് മാത്രമല്ല, ഇതിനൊരു സൂപ്പർവൈസർ എപ്പോഴും ഉണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ എല്ലാം നല്ല ക്വാളിറ്റി രീതിയിലും അതായത് ഈട് നിൽക്കുന്ന ഡ്യൂറബിലിറ്റി ഉള്ള രീതിയിലാണ് ചെയ്തു വരുന്നത്. ഇനി നമുക്ക് വേറൊരു പ്ലോട്ട് കൂടെ ഉണ്ട്. അത് ലാസ്റ്റ് പ്ലോട്ടാണ്. അതാണെങ്കിൽ 3.5 സെൻറ്റാണ്. അതിൽ 1550 സ്ക്വയർ ഫീറ്റിൽ വീട് വയ്ക്കാൻ പറ്റുന്നതാണ്. അതും കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഫ്രണ്ട് എലവേഷൻ മാത്രമേ ഒരേപോലെ ഉള്ളൂ, ബാക്കി അകത്തെല്ലാം നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. ഇവിടെ എല്ലാ വില്ലകളിലും 2 കാറ് പാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്നും കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് ഉള്ളതാണ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു വില്ല കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ വില്ലയുടെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡൽ വില്ല. ഇവിടെ ആയിട്ട് നമുക്കൊരു കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് ഉണ്ട്. അതുകൂടാതെ ഒരു വിക്കറ്റ് ഗേറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കോമ്പൗണ്ട് ഉള്ളിലേക്ക് വരാം. ഉള്ളിലേക്ക് വരുമ്പോൾ ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് എല്ലാ വീടുകൾക്കും ഇതുപോലെ ഫുൾ ഇൻ്റർലോക്ക് ചെയ്യുന്നതാണ്. പിന്നെ സെപ്റ്റി ടാങ്ക് ഇതിൽ തന്നെ വരുന്നത്. ഇവിടെ ആയിട്ട് വലിയ SUV ഒക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, നല്ല ഹൈറ്റും ഉണ്ട്. അതുകൂടാതെ നമുക്ക് നേരെ ഒരു കാറുടെ പാർക്ക് ചെയ്യാം. അങ്ങനെ 2 കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ സിമൻറ്റ് യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം ശങ്കർ സിമൻറ്റ്സ് ആണ്. അതുകൂടാതെ ഏഷ്യൻ്റെ പെയിൻറ്റ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ സ്റ്റെപ്പിലേക്ക് വരാം. ഫ്രണ്ട് സ്റ്റെപ്പ് ട്രെഡ് ഗ്രാനൈറ്റും റൈസർ ടൈലും ആണ്. അതുകൂടാതെ തന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബ്രാൻഡഡ് ടൈൽസ് ആണ്. നമുക്ക് തന്നെ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ജോൺസൺ, സെറ അല്ലെങ്കിൽ സൊമാനി, ഇങ്ങനെ 3 ബ്രാൻഡിൽ ഇക്വലൻ്റ് ഏതാണോ അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കളർ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടാനുസരണം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കട്ടളയും കതകും എല്ലാം തേക്കാണ്. ഫ്രണ്ട് ഡോറ് അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ ലോക്ക് നോക്കുകയാണെങ്കിൽ ഗോദ്രേജ് ആണ്. ഇപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചയിലേക്ക് വരാം. നമ്മൾ കയറി വരുന്നൊരു ഫോയറിലേക്കാണ്. അവിടെ നിന്ന് ഒരു പ്രൈവസി ആയിട്ട് ഒരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലിവിങ് ഏരിയയിൽ യൂസ് ചെയ്തിരിക്കുന്നത് 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. ഇവിടെ ആയിട്ടാണ് TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പ്രൈവസി ആയിട്ടാണ് സിറ്റിംഗ് സ്പേസും കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെയൊക്കെ സീലിംഗ് എടുക്കണം, ഇൻറ്റീരിയർ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തിരുന്നതാണ്. അഡീഷണൽ കോസ്റ്റ് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഡൈനിങ് ഏരിയ നല്ല സ്പേസ്ഫുൾ ഡൈനിങ് ഏരിയയാണ്. ഇവിടെ 1700 സ്ക്വയർ ഫീറ്റിനകത്താണ് 3 BHK ആണിത്. പക്ഷേ നല്ല സ്പേസൊക്കെ എല്ലാം യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. അതാണ് നമുക്ക് അകത്ത് നമ്മുടെ ഇഷ്ടാനുസരണം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്.
ഇനി നമുക്ക് നേരെ DBയിലേക്ക് വരാം. DB നോക്കുകയാണെങ്കിൽ MCB LCB എല്ലാം ലെഗ്രൻഡായി യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ 3 ഫേസ് കണക്ഷനുമാണ്. അപ്പോൾ എല്ലാ വീടുകളിലും 3 ഫേസ് കണക്ഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ കിച്ചണിലേക്ക് വരാം. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെയൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് കിച്ചൺ കബോർഡൊന്നും ചെയ്തു തരുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവർ ഇൻറ്റീരിയറിൽ ചെയ്തു തരുന്നതാണ്. അതിന് അഡീഷണൽ കോസ്റ്റ് ആവും. ഇവിടെ എല്ലാം സ്ലീക്കിൻ്റെ ഇൻറ്റീരിയർ യൂസ് ചെയ്തിരിക്കുന്നത്, കിച്ചൺ കബോർഡിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ ഇതിൽ കുറച്ചും കൂടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ അപ്പർ ഗ്യാരണ്ടി കൊടുത്തുകൊണ്ട് ചെയ്യാം. അങ്ങനെയൊക്കെ ഓപ്ഷനുണ്ട്. അതുപോലെ ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടുത്തെ സ്വിച്ച് ബോർഡ് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ലെഗ്രൻഡ് എന്ന ബ്രാൻഡാണ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ഈ ഒരു ബെഡ്റൂം നോക്കുകയാണെങ്കിൽ ഇതൊരു ജസ്റ്റ് ഒരു മോഡലായിട്ട് ഞാൻ കാണിക്കുന്നതാണ്. ഇവിടുത്തെ സ്പേസ് ആണ്, നല്ല സ്പേസുള്ളൊരു ബെഡ്റൂമാണ്. ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത് 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. ഇവിടുത്തെ എല്ലാ വീടുകൾക്കുള്ള ഒരു മീറ്റർ ബോക്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിസിറ്റി റീഡിംഗ് എടുക്കുകയാണെങ്കിൽ ഈ വീട്ടിലേക്ക് വരേണ്ട ആവശ്യമില്ല. ആ സെക്യൂരിറ്റി ക്യാബിന് തന്നെ റീഡിംഗ് എടുത്തിട്ട് പോകാൻ പറ്റുന്നതാണ്. അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ഒരു ഫോയറിലേക്ക് വരാം. ഇവിടെ ആയിട്ടൊരു ഡ്രസ്സിങ് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. മിററൊക്കെ കൊടുത്തുകൊണ്ട് ചെയ്യാം. അതിനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ആയിട്ടൊരു അറ്റാച്ച്ഡ് വാഷ്റൂമുണ്ട്. എല്ലാ റൂമിലും അറ്റാച്ച്ഡ് വാഷ്റൂമുണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ ഫുള്ള് യൂസ് ചെയ്യുന്നത് സെറയും ജാഗോറാണ്. വാഷ് ബേസിൻ സെറയാണ്. അതുപോലെ ബാക്കി ഫിറ്റിങ്സ് നോക്കുകയാണെങ്കിൽ ജാഗോറുമാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി മുകളിലത്തെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇപ്പോൾ 1700 സ്ക്വയർ ഫീറ്റിൽ 3 BHK 4 BHK ആണെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനി റെഡ് ബ്രിക്ക് വേണ്ട, കുറച്ചും കൂടെ ബഡ്ജറ്റ് കുറഞ്ഞ് നിൽക്കണമെങ്കിൽ സിമെൻറ്റ് ബ്ലോക്കിലേക്ക് പോകാൻ പറ്റുന്ന അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അപ്സ്റ്റെയറിലേക്ക് വരാം. ഇവിടെ എല്ലാം ടൈലാണ്, റൈസറും ട്രെഡും എല്ലാം ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സ്റ്റെപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അപ്പർ ലോഞ്ചിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ അപ്പർ ലോഞ്ചിലേക്ക് വരാം. നമുക്ക് ഒരു റൂമും കൂടെ വേണം, എങ്കിലേ അപ്പർ ലോഞ്ചിൻ്റെ സ്പേസ് ഒന്ന് കുറയ്ക്കാൻ പറ്റുന്നത്. അങ്ങനെയും കസ്റ്റമൈസ് ചെയ്യാം. അതുകൂടുതൽ ഹോം തിയേറ്റർ വേണം. അങ്ങനെ നമുക്ക് ഏത് രീതിയിൽ വേണോ ആ രീതിയിലേക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇൻറ്റീരിയറിലെ എല്ലാ സ്ക്വയർ ഫീറ്റ് കാര്യങ്ങളെല്ലാം ഇൻറ്റീരിയറിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എക്സ്റ്റീരിയർ മാത്രം ഒരേപോലെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ റൂമുകൾ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു റൂം നോക്കുവാണെങ്കിൽ താഴെ കണ്ട് അതുപോലെ തന്നെയാണ്, ഒരു സ്പേസ്ഫുൾ റൂം തന്നെയാണ്. ഇവിടെ ഈ 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. ഇവിടുത്തെ അറ്റാച്ച്ഡ് വാഷ്റൂം തന്നെയാണ്. അതും സെറയും ജാഗോറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കി ടൈൽ കാര്യങ്ങളെല്ലാം നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം വോൾ മൗണ്ടഡ് ക്ലോസറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ടൈൽ കണ്ട ഒരു കളറിൽ ചേഞ്ച് വേണം, വേറെ കളറിലേക്ക് മാറ്റാൻ പറ്റുന്ന ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി മൂന്നാമത്തെ റൂമിലേക്ക് പോകാം. ഈ ഒരു മൂന്നാമത്തെ റൂം ഒരു ഫോയർ എന്നാണ് വരുന്നത്. ഈ ഒരു മൂന്നാമത്തെ റൂം നോക്കുകയാണെങ്കിലും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. ഇവിടെ ഒരു വെന്റിലേഷൻ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ അതിൻ്റെ ഫോയറിലേക്ക് വന്നിട്ടാണ് വാഷ്റൂമിലേക്ക് വരുന്നത്. ഇവിടെ ഡ്രസ്സിങ് യൂണിറ്റായിട്ട് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മേക്കപ്പ് ഏരിയ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിലും ഇവിടെയും വോൾ മൗണ്ടഡ് ക്ലോസറ്റിനെ യൂസ് ചെയ്തിരിക്കുന്നത് ജാഗോറാണ്. എല്ലാ വാഷ്റൂമുകളിലും ഹാൻഡ് ഷവറും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്, ഒരു ചെറിയ ഓപ്പൺ ടെറസുണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് വരാം. ഈ ബാൽക്കണി നോക്കുവാണെങ്കിൽ എല്ലാ വീടുകളിലും ഇതേ ബാൽക്കണി ആയിരിക്കും. ഇത്രയും നീളത്തിനുള്ളൊരു ബാൽക്കണി കിട്ടുന്നതാണ്. ഇവിടെയും 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കൊടുത്തിരിക്കുന്നത്. അത് മുകളിലെല്ലാം സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ടാണ് ഒരു ചെറിയൊരു ഓപ്പൺ ടെറസും കിട്ടുന്നുണ്ട്. ഇവിടെ എല്ലാം ആൻറ്റി സ്കിഡ് ആയിട്ടുള്ള ടൈൽ ഇരിക്കുകയാണ്. അതിനകത്ത് എപ്പോക്സിങ് ചെയ്തിട്ടുണ്ട്. ഈ ഭിത്തിയിലുണ്ടോ ഈ ഒരു ഫ്രണ്ട് എലവേഷൻ എല്ലാം ഒരേപോലെ ആയിരിക്കും, പക്ഷെ നമുക്ക് അകത്തേക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നതാണ്. അത് മാത്രമല്ല, നമുക്ക് ഒരു വില്ല ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് നമുക്ക് വില്ല കംപ്ലീറ്റ് ആയി കിട്ടുന്നതാണ്. റെഡ് ബ്രിക്ക് ആണോ അല്ലെങ്കിൽ സിമെൻറ്റ് ബ്ലോക്ക് ആണോ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്തു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് 77 ലക്ഷം മുതൽ 90,65,000 വരെ സ്വന്തമാക്കാൻ പറ്റുന്ന വില്ലകളാണ്. ഈ വില്ലകൾ സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.